നമ്മുടെ കർത്താവായ യേശു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ആ മനോഹരമായ പ്രാർത്ഥനാ വിഷയങ്ങളെ നമ്മൾ വിശകലനം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെ നിങ്ങളുടെ അടുത്ത് വന്ന് ഈ കാര്യം പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദയവായി ശ്രദ്ധിച്ചാലും നന്നായി ശ്രദ്ധിക്കണം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഇത്രയും കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. അടുത്ത വിഷയം, ഞങ്ങളുടെ കടക്കാർ. ഇപ്പോൾ വിഷയം സ്വർഗത്തിൽ ആരംഭിച്ച് എന്നിലേക്ക് വന്നിട്ട് എൻ്റെ സുഹൃത്തിലേക്ക് കയറുകയാണ്. ബൈബിളിലെ ആത്മീകത ഈ റൂട്ടിലാണ് പോണത്. മുകളിൽ നിന്ന് വന്ന് എൻ്റെ ഉള്ളിലേക്ക് കയറി എൻ്റെ സുഹൃത്തിലേക്ക് ഒഴുകുകയാണ്. ഇത് എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല. എന്നെ ഒരു സ്വാർത്ഥനാക്കുന്നതല്ല ഈ പുസ്തകം. എന്നെ ഒരു വിശാല ഹൃദയനാക്കുന്നതാണ് ബൈബിളിൻ്റെ സന്ദേശം. നിശ്ചയമായും ദൈവവചനം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാകും. നമ്മുടെ വിഷയത്തിൽ നമുക്ക് നിൽക്കാം. ബൈബിളിന് ചില പ്രത്യേകതകളുണ്ട്. ബൈബിളിലെ ആശയം മറ്റൊരു ഗ്രന്ഥത്തിൽ ഇല്ല എന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട ചില ആശയങ്ങളുണ്ട്. ബൈബിളിലെ സ്നേഹമെന്ന ചിന്ത ഇത്രയും ഡീപ്പായിട്ട് ഒരു ഗ്രന്ഥത്തിലുമില്ല. ബൈബിളിലെ ക്ഷമ എന്ന വിഷയം ഇതുപോലെ വിശാലമായി മറ്റാരും ഓഫർ ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുക, മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയെ ക്ഷമ പഠിപ്പിച്ചത്. ഗാന്ധിയുടെ ആ ക്ഷമ സഹിക്കാൻ മേലാതെ വന്നിട്ടാണല്ലോ ഗാന്ധിയെ വെടിവെച്ച് കൊന്നു കളഞ്ഞത്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഗാന്ധിയുടെ അഹിംസ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരത്തക്കവണ്ണം ശക്തമായിരുന്നു. പക്ഷെ ഗാന്ധിയോട് ചോദിച്ചാൽ പറയും, ഈ ആശയങ്ങൾ എന്നെ പഠിപ്പിച്ചത് യേശുവാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ജീവിതകഥയിൽ ആ കാര്യം എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ വാക്കുകളാണ് ക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. വേദപുസ്തകത്തിലെ അതിപ്രധാനപ്പെട്ട ഈ വിഷയം നമുക്കൊന്ന് പഠിക്കാൻ നോക്കാം. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെവി അടച്ചു കളയും. കാരണം അങ്ങനെയൊന്നും ക്ഷമിക്കാൻ എന്നെ കിട്ടില്ല പാസ്റ്ററെ. ധാരാളം മനുഷ്യർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്നതിലൊന്നും ക്ഷമിക്കാൻ എന്നെ കിട്ടില്ല. നമ്മളൊക്കെയും ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് അങ്ങോട്ട് പോകുന്നവരാണ്. ആ പൊതുവെ നല്ലവരായ മനുഷ്യരാണ്. പക്ഷെ പറയുന്ന ഇതാണ്, എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ പിടിച്ചു നിൽക്കുകയില്ല, പക്ഷെ ഞാൻ ആരെ ഉപദ്രവിക്കാൻ പോവുകയില്ല. അപ്പോൾ അർത്ഥം എന്താണെന്നറിയാവോ? എൻ്റെ സ്വഭാവം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്നെ ചൂടാക്കിയാൽ ഞാൻ ചീത്ത പറയും. അതൊരു അഭിമാനമൊന്നുമല്ല. അപ്പം നമുക്ക് വളർച്ചയില്ല, ക്വാളിറ്റി ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. എന്നാൽ ഉയർച്ച വന്നാൽ, ക്രിസ്തുവിൻ്റെ ഉപദേശം അകത്ത് വന്നാൽ എന്ത് പറയുന്നറിയോ? നിങ്ങൾക്കെന്ത് വേണേൽ പറയാം, പക്ഷേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ആ നിലവാരത്തിലേക്ക് വരാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ. വേറൊരു ഡയലോഗാണ്, എൻ്റെ സ്വഭാവം നിനക്കറിയില്ല. എന്താ അത്? നിങ്ങൾ ഈ കാണാത്തൊരു സ്വഭാവം എനിക്കുണ്ട്, അത് ഞാൻ വേണ്ടി വന്നാൽ എടുക്കും. കണ്ടോ? എന്നാൽ വളർച്ച പ്രാപിച്ച മനസ്സുണ്ടെങ്കിൽ, ആത്മീകമായി പുരോഗമിച്ചാൽ തിരിച്ചു പറയും, എനിക്ക് ഒരു സ്വഭാവമേ ഉള്ളൂ, അതായി കാണുന്നു. യേശു കർത്താവ് പഠിപ്പിച്ച ആശയങ്ങൾ
നമുക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു അല്ലേ? ഇല്ല. വാളിനേക്കാൾ, ബോംബിനേക്കാൾ, തോക്കിനേക്കാൾ ശക്തിയുണ്ട് ക്ഷമയ്ക്ക്. വാളുകൊണ്ടുണ്ടാക്കിയ സാമ്രാജ്യം എവിടെ? റോമൻ സാമ്രാജ്യം വാളുകൊണ്ടുണ്ടാക്കിയതാണ്. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം വാളുകൊണ്ടുണ്ടാക്കിയതാണ്. രക്തച്ചൊരിച്ചിലാൽ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം എവിടെ? ഇന്ന് റോമൻ കൈസർമാരുടെ പേരിടുന്നത് മനുഷ്യ കുഞ്ഞുങ്ങൾക്കല്ല. ഞാൻ പരിഹസിച്ചു പറഞ്ഞു എന്ന് ധരിക്കരുത്. വാളുകൊണ്ടും തോക്കുകൊണ്ടും സാമ്രാജ്യമുണ്ടാക്കിയവരുടെ പേര് ഇന്ന് നായ്ക്കുട്ടികൾക്കിടുന്നു, മനുഷ്യർക്കിടുന്നില്ല. പക്ഷേ സ്നേഹം കൊണ്ടും സ്വന്തം ചങ്കിലെ ചോര ഊറ്റിക്കൊടുത്തുകൊണ്ടൊരു സാമ്രാജ്യം സ്ഥാപിച്ചു യേശു ക്രിസ്തു. സ്നേഹത്തിൻ്റെ ദൈവരാജ്യം. അത് തകർന്നിട്ടില്ല, അതിന്ന് വളരുകയാണ്. അത് തകർക്കാൻ പറ്റില്ല. ക്രിസ്തുവിനെ മാത്രമല്ല, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയും കൊന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, പൗലോസിനെ തല വെട്ടിക്കൊന്നു, പത്രോസിനെ ക്രൂശിച്ചു കൊന്നു, തോമാസ്ലിയായെ കുന്നുകൊണ്ട് കുത്തിക്കൊന്നു, ഗ്രഹാം സ്റ്റെയിൻസിനെ ജീപ്പയിലിട്ട് കത്തിച്ചു കൊന്നു, പാവം കൊച്ചു കുഞ്ഞിനെ വണ്ടിയിലിട്ട് കത്തിച്ചു, ടൈറ്റസിനെയൊക്കെ. ക്രിസ്തു മിഷണറിമാരെ ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ ജയിലുകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഇപ്പോഴും കിടപ്പുണ്ട്. ഞങ്ങൾ ഇന്ന് വരെ കത്തി എടുത്തിട്ടില്ല, വാളെടുത്തിട്ടില്ല, ബോംബ് എടുത്തിട്ടില്ല, കരാട്ടെ ട്രെയിനിങ് കൊടുക്കുന്നില്ല. ആരും പകരത്തിന് പകരം ചെയ്യാൻ പഠിപ്പിക്കുകയില്ല. കാരണം ഈ പുസ്തകത്തിൽ അങ്ങനെ കിടക്കുന്നു. ഞങ്ങൾക്ക് ഈ പുസ്തകം മാറ്റാൻ പറ്റില്ല. ക്ഷമയുടെ പുസ്തകമാണ് ബൈബിൾ. പക്ഷേ ക്രിസ്ത്യാനികൾ ഇഷ്ടംപോലെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കത്തിക്കുത്ത് നടക്കുന്നുണ്ട്, ജയിലിൽ കിടപ്പുണ്ട്, അടിപിടി ഉണ്ടാക്കുന്നുണ്ട്, കുടുംബത്ത് വഴക്കുണ്ട്, കള്ളു ഷാപ്പിൽ കിടപ്പുണ്ട്. സംഭവം വേറെ വിഷയം, അത് വേറെ വിഷയം. അവരുടെ ഒന്നും അകത്ത് ക്രിസ്തുവില്ല. അവരുടെ ഒന്നും വീട്ടിൽ ബൈബിളുണ്ട്, പള്ളി ബൈബിളുണ്ട്, പക്ഷെ ആരും വായിക്കുന്നില്ല. അകത്തേക്ക് ദൈവവചനം കയറുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇതൊക്കെ അറിയാവുന്ന നമ്മുടെ കർത്താവായ ഈശോ മെശിഹ നമ്മളോട് പറയുകയാണ്, കുഞ്ഞേ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചോ? അങ്ങനെയാണെങ്കിൽ മറ്റേ കക്ഷിക്കാരനോട് ക്ഷമിച്ചുകൂടെ? നമ്മുടെ കക്ഷി വഴക്ക് തീരേണ്ടതല്ലേ? നമ്മുടെ സഭാവഴക്കുകൾ തീരേണ്ടതല്ലേ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കാത്തതുപോലെ, എൻ്റെ കൂട്ടുകാരനോട് ഞങ്ങൾ ക്ഷമിക്കാത്തതുപോലെ, എൻ്റെ സ്നേഹിതനോട് ഞാൻ ക്ഷമിക്കാത്തതുപോലെ, എൻ്റെ സഹപ്രവർത്തകനോട് ഞാൻ ക്ഷമിക്കാത്തതുപോലെ എന്നോടും ക്ഷമിക്കേണ്ട എന്ന് വേണം പ്രാർത്ഥിക്കാൻ. നമ്മൾ പ്രാർത്ഥന തിരുത്തണം, അല്ലെങ്കിൽ സ്വഭാവം തിരുത്തണം. വർഷങ്ങളായി നാം പറഞ്ഞു വരുന്ന ഈ പ്രയർ നിർത്തണം. നിർത്തിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തിനനുസരിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ അയൽക്കാരനോടുള്ള കേസ് ഞാൻ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണ്ട. എൻ്റെ സഭയിലെ തന്നെ ഒരു ഗ്രൂപ്പ് ആളുകളോടുള്ള കേസ് തീർക്കാൻ ഞാൻ വഴിയിൽ സത്യാഗ്രഹം കിടക്കുകയാണ്, അതുകൊണ്ട് കർത്താവെ, നീ എന്നോട് ക്ഷമിക്കണ്ട. യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വേദപുസ്തകം അങ്ങ് ക്യാൻസൽ ചെയ്യാം. ദൈവത്തിൻ്റെ വചനം നമുക്കെതിരാണ്, നമ്മുടെ പരിപാടിക്കൊക്കെ എതിരാണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം കത്തിച്ചു കളയാൻ വേണ്ടി എത്രയോ പേര് ശ്രമിച്ചു. ഇത് ഇല്ലായ്മ ചെയ്ത് കളയാൻ. കാരണം ഇതിനകത്തെ പരിപാടിയൊന്നും നടക്കില്ല. നമ്മുടെ സ്വഭാവമെല്ലാം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ശരിയാവില്ല. സാക്ഷാൽ ക്രിസ്ത്യാനിക്ക് ഈ പുസ്തകം എതിരാണ്. ഇന്നത്തെ ആഗോള മൊത്തം ഉള്ള ക്രൈസ്തവ സമൂഹത്തെ പേരുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്നവരെ എടുത്താൽ അവർക്കെതിരായി പുസ്തകം, ബാക്കി ആർക്കും എതിരല്ല. ഞാൻ നിങ്ങളോട് ടെലിവിഷനിലൂടെ അല്പം കട്ടിയായി പറഞ്ഞു എന്നോ ധരിക്കരുത്. ടെലിവിഷൻ ഓഫ് ചെയ്യരുത് പ്ലീസ്, ചാനൽ മാറ്റരുത്, ക്ഷമിക്കണം. ഞാനൊരു സത്യം പറയാൻ ഒരുങ്ങുകയാണ്. നമ്മളറിയാതെ നമ്മുടെ കഴുത്തിന് നമ്മളൊരു കുടുക്കിടുക, നമ്മളറിയാതെ നമ്മുടെ കാലിന് നമ്മൾ വല വിരിക്കുക. അറിയുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്ക്. ഇന്നലെ വൈകിട്ട് കിടക്കാൻ നേരത്ത് പ്രാർത്ഥിച്ചില്ലേ,
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ചിലപ്പോൾ ഉറക്കം തൂങ്ങിയായിരിക്കും പറഞ്ഞത്. പ്രശ്നം എന്താണെന്നറിയോ? നീ ക്ഷമിച്ചാലേ നിന്നോട് ക്ഷമിക്കുകയുള്ളൂ എന്ന് നിന്റെ വാ കൊണ്ട് പറയിപ്പിക്കുക ദൈവം തമ്പുരാൻ. എത്ര കൊല്ലമായി നമ്മളിത് പറയുക. 50 വയസ്സുള്ളൊരു മനുഷ്യൻ 365 × 50 എത്ര പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലി? ഞായറാഴ്ച ദിവസങ്ങളിൽ എത്ര പ്രാവശ്യം ചൊല്ലി? നമ്മൾ തന്നെ പറയുകയാണ്, ഞാൻ ക്ഷമിച്ച പോലെ എന്നോട് ക്ഷമിച്ചാൽ മതി, ഞാൻ ക്ഷമിച്ചതുപോലെ എന്നോട് ക്ഷമിച്ചാൽ മതി. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞാൻ ക്ഷമിച്ചതുപോലെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ക്ഷമിച്ചതുപോലെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ക്ഷമിക്കാത്തതുപോലെ എന്നോട് ക്ഷമിക്കണ്ട. അപ്പം ദൈവം തമ്പുരാൻ നിന്നോട് ക്ഷമിക്കുമോ? നീ ഒരു കൊച്ചു കാര്യം ക്ഷമിച്ചിട്ടുണ്ടോ? ഈ വചനം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ? നിങ്ങൾക്ക് ആശ്വാസമുള്ള വചനം തന്നെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വചനം അങ്ങനെ അല്ലല്ലോ പോണത്. എല്ലാം പറയണം. കഴിഞ്ഞ ദിവസം ആഹാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആശ്വാസമായിരുന്നു. പക്ഷെ ഇത് വേറൊരു കാര്യമാണ്. യേശുമ്പുരാൻ എന്താ ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്? ആഹാരം കഴിഞ്ഞ് ചൂടനെ ക്ഷമയിലേക്ക് കയറി. സന്തോഷമുള്ള, സമാധാനമുള്ള, ആശ്വാസമുള്ള വാക്യമായിരുന്നു ആദ്യത്തേത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം. അടുത്തത് വേറൊരു വിഷയമാണ്. ദൈവം, ഞാൻ, എൻ്റെ സ്നേഹിതൻ. ഇതതിൻ്റെ ക്രമം. ഒന്നാമത് ദൈവം, രണ്ടാമത് ഞാൻ, മൂന്നാമത് എൻ്റെ സ്നേഹിതൻ. നിനക്ക് തന്നെ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കാരണം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ എന്ന വാക്കില്ല, ഞങ്ങൾ എന്ന വാക്കേ ഉള്ളൂ. സ്വർഗസ്നായ എൻ്റെ പിതാവല്ല, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട്. നിനക്ക് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാവുന്ന സന്യാസമാർഗ്ഗം അല്ലിത്. നീ പോണെങ്കിൽ നിന്റെ കൂട്ടുകാരനെ കൂടെ കൊണ്ടുപോകണം. അതിനാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത്, ഇത് പ്രവർത്തിക്കുന്നത്, ഇത് പറയുന്നത്. നിനക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു സ്വാർത്ഥ സ്വർഗം യേശു ഉണ്ടാക്കിയിട്ടില്ല. നിന്റെ അയൽക്കാരനെ, നിന്റെ വീട്ടുകാരെയും ഒക്കെ അവിടെ കൊണ്ടുപോകണം കേട്ടോ. നമുക്ക് മുന്നോട്ട് പോകാം. വലിയ വിഷയമാണ്. ക്ഷമയെക്കുറിച്ച് 2 ദിവസം സംസാരിക്കാം, 3 ദിവസം സംസാരിക്കാം. താല്പര്യമുണ്ടോ? വിശദമായി ക്ലാസ് എടുക്കാം. ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, പ്രായോഗികമാക്കി നോക്കിയിട്ടുണ്ട്. ഇത്രയും ശക്തിയുള്ള ഒരു ആയുധമില്ല. ഒരിക്കൽ ചീത്ത പറഞ്ഞവര് 1 or 2 വർഷം കഴിഞ്ഞപ്പോൾ വന്ന് കാല് പിടിച്ച് ക്ഷമ പറയുന്നു. ഒരിക്കൽ തെറ്റിദ്ധരിച്ചവര് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പുകഴ്ത്താൻ തുടങ്ങി. ക്ഷമയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. അത് പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കോടതി പിന്നെ വേണ്ടി വരില്ല. വെറുതെ പൈസ വക്കീലിന് കൊടുക്കണ്ട. ക്ഷമയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥന നിന്നെക്കൊണ്ട് യേശു തമ്പുരാൻ പ്രാർത്ഥിപ്പിക്കുക. നീ അറിയുന്നില്ല. ഇത് ശരിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നീ പ്രേയർ അവിടെ നിർത്തും, ക്ഷമിക്കാൻ പോവും. നീ ചെന്ന് വക്കീലിനോട് പറയും, ആ കേസ് ക്യാൻസൽ ചെയ്തേര്, ഞാൻ എൻ്റെ സ്നേഹിതനോട് ക്ഷമിക്കാൻ പോവുകയാണ്. ക്ഷമിക്കുകയാണെങ്കിൽ പിന്നെ ഒരുപാട് പ്രാർത്ഥിക്കേണ്ട. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം നിന്നെയും നിന്റെ കൂട്ടുകാരനെയും കൂടെ കൂട്ടിക്കെട്ടുക. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം നിന്നെയും നിന്റെ ഭാര്യയും കൂടെ കൂട്ടിക്കെട്ടുക. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം നിന്നെയും നിന്റെ അനിയനെയും കൂടെ കൂട്ടിക്കെട്ടുക. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം നിന്നെയും നിന്റെ അയൽക്കാരനെയും കൂടെ കൂട്ടി ചങ്ങലയിടുക. നിനക്കൊറ്റയ്ക്ക് ഇവിടുന്ന് പൊട്ടിച്ചിട്ട് പോകാൻ പറ്റില്ല. നീ അവനോട് ക്ഷമിക്കണം, നീ അവളോട് ക്ഷമിക്കണം, ഭാര്യയോട് ക്ഷമിക്കണം, ഭർത്താവിനോട് ക്ഷമിക്കണം, അപ്പനോട് ക്ഷമിക്കണം, മകനോട് ക്ഷമിക്കണം, അനിയനോട് ക്ഷമിക്കണം, അയൽക്കാരനോട് ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, പോട്ടെന്ന് വെക്കണം, നഷ്ടം സഹിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കാൻ വരണം. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും, ദൈവം നിന്നോട് ക്ഷമിക്കും. പല നാളുകളായി പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം വരാത്ത രോഗമുണ്ടോ? എങ്കിലും ഒരു കാര്യം ചെയ്യണം. ക്ഷമിക്കാത്ത വല്ല പാപമുണ്ടോ, വല്ല വൈരാഗ്യവും കെട്ടിക്കിടപ്പുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യ്. സ്കാൻ ചെയ്താൽ തെളിയില്ല, എക്സ്റേ എടുത്താൽ തെളിയില്ല. ഇല്ല, CT സ്കാനിൽ ഇത് കിട്ടില്ല. നീ മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് ചോദിക്കണം, എൻ്റെ കർത്താവേ, ഞാൻ ആരോടെങ്കിലും വൈരാഗ്യം വെച്ചിട്ടുണ്ടോ? നിനക്ക് അപ്പം തന്നെ അറിയാമല്ലോ, മനസ്സിലറിയാമല്ലോ ആരോടൊക്കെ വൈരാഗ്യമെന്ന്. ന്യായീകരണങ്ങൾ പറയാതെ ക്ഷമിക്കാനൊരുങ്ങുക.
അപ്പോൾ സൗഖ്യം വരും. അപ്പോൾ സൗഖ്യം വരും. അപ്പോൾ രോഗശാന്തി ഉണ്ടാവും. ഭയങ്കര ഫ്രീഡം അനുഭവിക്കാം. കെട്ടഴിഞ്ഞു മാറും. നിങ്ങളറിയാതെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. സത്യം അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാകും. ഈ സത്യം അറിയുമ്പോൾ നിങ്ങളെ കെട്ടഴിയും നിശ്ചയം. ഈ പതിനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കെട്ടഴിയുക. വർഷങ്ങളായി മിണ്ടാത്ത ആളുകളെ കുറിച്ചൊന്ന് ഓർത്തേ. ഇന്ന് രാവിലെ തന്നെ ഒരു പോസ്റ്റ് കാർഡ് എടുത്തിട്ട് എഴുതുക, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള തെറ്റുകൾ ക്ഷമിക്കണം ചേച്ചി, ഞാൻ ക്ഷമിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. ഒരു കത്തയക്കേ, ഒരു കാർഡ് എടുത്ത് ഒരു കത്തയക്കേ. ഇന്ന് തന്നെ ഡൽഹിയിലിരിക്കുന്ന അനിയത്തിയോടുള്ള വൈരാഗ്യം ഇന്ന് അവസാനിപ്പിക്കുക. അമേരിക്കയിലിരിക്കുന്ന ചേട്ടനോടുള്ള പിണക്ക് ഇന്ന് അവസാനിപ്പിക്കുക. ഒരു കത്തയക്കുക, ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. നിങ്ങൾക്ക് പലതും പറയാൻ കാണും അല്ലേ? നേരിട്ട് വന്നാൽ നമുക്ക് സംസാരിക്കാം. ഒരു ദിവസം വിളിച്ചു പറഞ്ഞിട്ട് സമയം ചോദിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ മേലാത്ത ഏത് വിഷയമാണെങ്കിലും പറ, പരിഹാരം ഉണ്ടാക്കാം. പല കേസുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് അറിവ് ആരും പറഞ്ഞു തരാത്തതുകൊണ്ടാണ്. ഇതൊരു ബന്ധനമാണ്. കെട്ടിൽ കിടക്കുക പല ആളുകളും. വൈരാഗ്യം ചുമന്നുകൊണ്ട് നടന്ന് അവർ രോഗികളാകുകയാണ്. വൈരാഗ്യം വെച്ച് പുലർത്തി അവർ നശിക്കുകയാണ്. സുഹൃത്തെ, സഹായിക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാം. ക്ഷമ മറ്റെല്ലാറ്റേക്കാളും ശക്തിയുള്ളതാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവം ക്ഷമിക്കണമേ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തോട് പഠിപ്പിക്കണമെന്നുണ്ട് എനിക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പറയാം. ദൈവം തമ്പുരാൻ പറയുകയാണ്, നിന്നോട് ഞാൻ ക്ഷമിക്കണമെങ്കിൽ നീ അവനോട് ക്ഷമിക്കണം. ദൈവം ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? നീയും നിന്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം നീയും ഞാനുമായിട്ടുള്ള ബന്ധത്തെക്കാൾ ചെറുതല്ല. വിശദീകരിക്കാം. ദൈവമാണോ വലുത്, മനുഷ്യനാണോ വലുത്? ദൈവമാണോ വലുത്? ഓക്കെ. പക്ഷെ ദൈവം പറയുന്നു, നീയും ഞാനുമായിട്ടുള്ള ബന്ധത്തെക്കാൾ ഒട്ടും ചെറുതല്ല നീയും നിന്റെ സ്നേഹിതനുമായിട്ടുള്ള ബന്ധം. യേശുവിൻ്റെ ലോകപ്രസിദ്ധമായൊരു വാക്കുണ്ട്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണല്ലേ? ശ്രദ്ധിക്കൂ. നിന്റെ കടക്കാരനോട് നീ ക്ഷമിച്ചോ? എങ്കിൽ ഞാൻ ക്ഷമിക്കാം. അതായത്, ദൈവമേ, നമ്മൾ തമ്മിലൊരു വിഷയമില്ലല്ലോ. നമ്മൾ തമ്മിലല്ല വിഷയം, അയൽവക്കംകാരനും നീയുമായിട്ട് വിഷയമല്ലേ? ചുരുക്കി പറയാം, ആന്റണി എന്നൊരു മനുഷ്യൻ, സേവിയർ എന്നൊരു മനുഷ്യൻ. ആന്റണി അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ, നമ്മൾ തമ്മിലൊരു വഴക്കുമില്ലല്ലോ. സേവിയർ ഇപ്പുറത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, നമ്മൾ തമ്മിലൊരു വഴക്കുമില്ലല്ലോ. ദൈവം പറയാ, മോനെ, എന്നോട് സംസാരം നിർത്ത്, നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചേ. ഇല്ലില്ല, ഞാൻ അവനോട് മിണ്ടുകയില്ല. സേവിയറും ആന്റണിയും കൂടെ മിണ്ടുകയില്ല. പക്ഷെ ആന്റണി ദൈവത്തെ വിളിക്കും, സേവിയർ ദൈവത്തെ വിളിക്കും. ദൈവം പറയുന്നത്, ഈ പ്രയർ ഞാൻ കേൾക്കത്തില്ല. ദൈവം വാതിലങ്ങ് അടച്ചു. നിങ്ങളിത് അടുത്ത് താമസിക്കുന്നവരല്ലേ? സ്വർഗം എന്തോ ഒരു ദൂരമാണ്. കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡിനുള്ള ദൂരം കാശ്മീരിൽ നിന്ന് കന്യാകുമാരിക്കുള്ള ദൂരമാണോ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ട്? അല്ല, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ടുള്ള ദൂരം നിനക്ക് അളക്കാൻ പറ്റില്ല. പക്ഷെ നിന്റെ അയൽക്കാരൻ്റെ വീട്ടിലോട്ടുള്ള ദൂരം 100 മീറ്ററേ ഉള്ളൂ. അവനുമായിട്ട് മിണ്ടിയിട്ട് 8 കൊല്ലമായി. ദൈവത്തോട് നീ എല്ലാ ദിവസവും മിണ്ടുന്നുണ്ട്, പക്ഷെ നിന്റെ മിണ്ടലൊന്നും ദൈവം കേൾക്കൂല. നിന്റെ അടുത്തുള്ള സ്നേഹിതനോട് നീ സംസാരിച്ചിട്ട് എന്നോട് സംസാരിച്ചാൽ മതിയെന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല. നമ്മൾ അതിന് പകരം അടുത്ത പെരുന്നാൾ ഞാൻ നടത്തിയേക്കാം. വല്ല ചെലവുണ്ടോ? ഞാൻ മുടക്കിയേക്കാം 5 ലക്ഷം രൂപ. അപ്പുറത്തൊരു കുരിശിൻ തൊട്ട് ഞാൻ പണിതേക്കാം 1.5 ലക്ഷം രൂപ. അയൽക്കാരോട് ഞാൻ മിണ്ടുകയില്ല, അത് വേറെ വിഷയം. ഈ ബൈബിളിൽ അങ്ങനെ ഒരു ദൈവം ഇല്ല സുഹൃത്തെ, ഇല്ല. പിണങ്ങണ്ട. അല്പം വിഷമം തോന്നുമെങ്കിലും ടെലിവിഷൻ ഓഫ് ചെയ്യരുത്. ശ്രദ്ധിച്ച് കേട്ടിട്ട് വിരോധമുണ്ടെങ്കിൽ ഒരു കത്തെഴുതിക്കോ, മറുപടി തരാം. സത്യം എപ്പോഴെങ്കിലും പറയണമല്ലോ, എന്നെങ്കിലും ഒരിക്കൽ നാം സത്യം അറിയണമല്ലോ. എന്താണ് ഈ മെസ്സേജിന്റെ അർത്ഥം? പറയാം. പ്രാർത്ഥന
ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ. ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം അർത്ഥവത്താകണമെങ്കിൽ, ശരിയാകണമെങ്കിൽ, സമ്പൂർണമാകണമെങ്കിൽ അയൽക്കാരനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയാകണം. ശുദ്ധ മലയാളം സംസാരിക്കുന്ന നിന്റെ സുഹൃത്തിനോടുള്ള നിന്റെ ബന്ധം ശരിയാകാതെ വിദൂരതയിലിരിക്കുന്ന ദൈവത്തെ നീ വിളിക്കണ്ടെന്ന്. അയ്യോ, അങ്ങനെ ബൈബിളിലുണ്ടോ ഉപദേശി? ഇതാണ് ബൈബിളിൻ്റെ കാതലായ സത്യം. ഈ പ്രമാണത്തിലേക്ക് എല്ലാവരും വന്നാൽ പോലീസ് സ്റ്റേഷൻ അവധി കൊടുക്കാം. ഈ പ്രമാണത്തിലേക്ക് എല്ലാവരും വന്നാൽ കോടതിക്ക് അവധി കൊടുക്കാം. അങ്ങനെയൊരു കാലമുണ്ടോ? ഉണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അങ്ങനെ ഒരു കാലം വരാൻ പോവുക. എന്താ നമ്മുടെ ചിന്താ വിഷയം? ക്ഷമ. ക്ഷമയോടുള്ള ബന്ധത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അപ്പൊ ദൈവത്തിന്റെ നാമം. 2, നിന്റെ രാജ്യം വരണമേ. ദൈവത്തിന്റെ രാജ്യം. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിന്റെ ഇഷ്ടം. ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് താഴോട്ടിറങ്ങുക. എൻ്റെ കർത്താവേ, എനിക്ക് ആവശ്യമുള്ള ആഹാരം. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ആവശ്യമുള്ള വിദ്യാഭ്യാസം, ആവശ്യമുള്ള പണം, ആവശ്യമുള്ള ആരോഗ്യം, ആവശ്യമുള്ള സമ്പത്ത്, ആവശ്യമുള്ള വാഹനം. ഇതെല്ലാം ചോദിക്കാം. ഒരു വിരോധവും ഇല്ല, കർത്താവ് തരും, അല്ലേ? നമ്മൾ ഇന്നലെ ആ വിഷയം സംസാരിച്ചു. ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദിനംതോറും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് പകലിൽ ഒരു സഹോദരിയുടെ സാക്ഷ്യം കിട്ടു. അവരുടെ ചേട്ടത്തെയും കുടുംബം ആത്മഹത്യ ചെയ്തു, ആങ്ങളെയും കുടുംബം ആത്മഹത്യ. 5 ആത്മഹത്യ നടന്ന ആ കുടുംബത്തിലാണ് ചില നാളുകൾക്ക് മുമ്പ് ഒരു സുവിശേഷകൻ കടന്നു ചെന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആത്മഹത്യയിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മാരക രോഗത്തിലും മദ്യപാനത്തിലും മന്ത്രവാദത്തിലും മുടിഞ്ഞു കിടന്ന ആ കുടുംബം യേശുവിനെ സ്വീകരിച്ചു. ആവശ്യമുള്ള ആഹാരം, ആരോഗ്യം, സമൃദ്ധി, സന്തോഷം, രോഗശാന്തി, സമാധാനം, ഇതെല്ലാം ദൈവം ആ കുടുംബത്തിന് കൊടുത്തു. അവർ രക്ഷപ്പെട്ടു. അതെ, ദൈവം നമ്മുടെ ഭൗതിക വിഷയത്തിൽ ഇടപെടുന്നുണ്ട് കേട്ടോ. ദൈവം നമ്മുടെ ഭൗതിക വിഷയത്തിൽ ഇടപെടും, ഇന്ന് ഇടപെടും. പക്ഷെ അതുകൊണ്ട് തീർന്നില്ലെന്നേ. അതുകൊണ്ട് തീർന്നില്ല. സ്വർഗത്തിലെ കാര്യം, എൻ്റെ കാര്യം, ഇത് രണ്ടും കൊണ്ട് എല്ലാവരും നിർത്തുക. പക്ഷേ ബൈബിളിലെ ക്രിസ്തീയത, ബൈബിളിലെ ആത്മീയത, ദൈവം, ഞാൻ, എൻ്റെ സ്നേഹിതൻ. മൂന്നാമത്തെ ബന്ധം എന്നിൽ നിന്ന് എൻ്റെ സുഹൃത്തിലേക്ക്. ദൈവം ഇതിനകത്ത് പറയുന്ന ലെസൺ, അതിനകത്തെ ആ പാഠം വളരെ ലളിതമായിട്ട് ഞാൻ വിവരിക്കാം. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കാൾ ഒട്ടും ചെറുതല്ല മനുഷ്യനുമായുള്ള ബന്ധം. ദൈവം ഒരൊറ്റ മനുഷ്യനെ സൃഷ്ടിച്ചുള്ളൂ. ആ മനുഷ്യന്റെ മക്കളാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാനോ, ഒറ്റയ്ക്ക് ദൈവത്തെ കാണാനോ, ഒറ്റയ്ക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ശ്രമിക്കരുത്. അത് അസാധ്യമാണ്, അത് മരീചികയാണ്, അത് നടക്കില്ല. പിന്നെന്ത് ചെയ്യണം? നീ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നാൽ ഉടൻ തന്നെ നിന്റെ സഹോദരനുമായിട്ടൊരു ബന്ധത്തിൽ വരണം. വേദപുസ്തകത്തിൽ ധാരാളം തെളിവുണ്ട്. ഇതിനു മുമ്പ് നാം ചിന്തിച്ചിട്ടുള്ള ശമരിയ സ്ത്രീ, അവളുടെ പ്രശ്നം എന്നാണ്? ഭർത്താവിനോട് വഴക്കാം. ചില സ്ത്രീകളൊക്കെ അതാണ് തൊഴിൽ. എന്നും ഭർത്താവിനോട് കുശുമ്പുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, എന്തെങ്കിലും ഒരു വഴക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കുക. പക്ഷെ ദൈവത്തോട് ഭയങ്കര ഭക്തിയാണ്. അവർ ദൈവത്തോടുള്ള അവരുടെ പ്രാർത്ഥനയും അവരുടെ പരിപാടിയും കണ്ട അവർ ഭയങ്കര ഭക്തരാണ്. പക്ഷെ ഭർത്താവിനോട് എന്നും വഴക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരോട് വഴക്കാം, മറ്റുള്ളവരോട് വഴക്കാം. ദൈവത്തോട് ഇവർ വളരെ ക്ലിയറാണ്. സഹോദരിമാരോട്, സഹോദരന്മാരോട്, മറ്റുള്ളവരോടൊക്കെ വഴക്കാം. ഇതൊരു തരം ഭ്രാന്താണ്. ശമരിയ സ്ത്രീയുടെ പ്രശ്നം എന്താണെന്നറിയാവോ? 5 കല്യാണം കഴിച്ചു, 5ഉം കളഞ്ഞു. എന്താ പ്രശ്നം? ഭർത്താവിനോട് വഴക്ക്, നാട്ടുകാരോട് വഴക്ക്. നാട്ടുകാരുടെ വഴക്കി ഭർത്താവോട് വിട്ടു, ഉടനെ ഭർത്താവുമായിട്ട് പിണങ്ങി. പക്ഷേ ഇവള് ദൈവമായിട്ട് കറക്റ്റാ എന്നാണ് ഇവളുടെ ധാരണ. അതുകൊണ്ടാണല്ലോ യേശുവിനോട് ദൈവിക കാര്യമൊക്കെ അടിച്ചു വിട്ടത്. ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുള്ളതായത് വിവരിക്കുന്നില്ല. യേശു എല്ലാം കേട്ടേച്ച് പറഞ്ഞു, ഓക്കെ, വളരെ നന്നായിരിക്കുന്നു, ഒരു കാര്യം ചെയ്യേ, എന്നിൽ നിന്ന്
നിനക്ക് എന്തെങ്കിലും ഒരു നന്മ കിട്ടണമെങ്കിൽ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോയി. ഞെട്ടിപ്പോയി അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, നീ പറഞ്ഞ് ശരിയാ, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. അർത്ഥം എന്താണ്? നിന്റെ ഭർത്താവ് നീയുമായിട്ടുള്ള ബന്ധം തകർന്നു കിടക്കുക. അവനെ വിളിച്ചുകൊണ്ട് വന്നാലേ ഞാൻ നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? സഹോദരനോ സഹോദരിയോടോ സുഹൃത്തിനോടോ ഉള്ള ബന്ധം നീ തകരാറിലാക്കുന്ന ആളാണെങ്കിൽ നീ അത് ശരിയാക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് യേശുതമ്പുരാൻ പറയുന്നു. കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം, പ്രാർത്ഥിക്കാം. ക്ഷമയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ. ഇതൊരു സുഖമുള്ള പ്രസംഗമല്ല, ഇത് വലിയ സന്തോഷമുള്ള പ്രസംഗമല്ല. പക്ഷേ ഇത് നമ്മെ നന്നാക്കും. ഇത് നമ്മുടെ അകത്ത് കെട്ടിക്കിടക്കുന്ന അശുദ്ധി കഴുകിക്കളയുന്ന സന്ദേശമാണ്. ഇത് നമ്മുടെ കെട്ട് അറുത്തു മുറിക്കുന്ന സന്ദേശമാണ്. പാരമ്പര്യമായി വർഷങ്ങളായി നമ്മെ രോഗിയാക്കിയിട്ടിരിക്കുന്ന ആ വൈരാഗ്യത്തിൻ്റെ ബന്ധനം ഒരു ഓപ്പറേഷനും കൊണ്ട് മാറത്തില്ല. എന്നാൽ ഈ വചനം എന്ന വാൾ കൊണ്ട് അത് മുറിച്ച് മാറ്റുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സുകൊണ്ട് തയ്യാറാകൂ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് സഹായിക്കാം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? തീരാത്ത വൈരാഗ്യം എത്ര പേർക്കുണ്ട് മനസ്സിൽ? നീ ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുകയില്ല എന്ന് ദൈവം തമ്പുരാൻ പറയുന്നു. ക്ഷമയെക്കുറിച്ചുള്ള സന്ദേശം ഞാൻ വീണ്ടും തുടരുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടെ വിളിച്ചുകൊള്ളുക. അടുത്ത ദിവസം ബാക്കി വിവരിക്കാം. എന്നാൽ ഇപ്പോൾ ഒരു തീരുമാനമെടുക്ക്. ഞാൻ ക്ഷമിക്കാൻ പോവുക. കർത്താവേ, ഞാൻ ക്ഷമിക്കുകയാണ്. കർത്താവേ, ഞാൻ അവളോട് ക്ഷമിക്കാൻ പോവുക. ഞാൻ അവളോട് ക്ഷമ ചോദിക്കാൻ പോവുക. ഞാൻ ക്ഷമ ചോദിക്കാൻ പോവുക. ഞാൻ ക്ഷമ ചോദിക്കാൻ പോവുക. ഞാനൊരു കത്തയക്കാൻ പോവുക. എത്ര പേര് തീരുമാനിച്ചു? പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. വൈരാഗ്യം മനസ്സിൽ നിന്ന് എടുത്ത് കളയാവോ? എങ്കിൽ അധികം മരുന്ന് കഴിക്കാതെ തന്നെ രോഗം മാറും. വർഷങ്ങളായി പഴക്കമുള്ള ആ വൈരാഗ്യം ഒന്ന് മാറ്റിക്കേ. ആ കൂട്ടത്തിൽ ആ മരുന്നും അങ്ങ് മാറ്റിക്കൂ. നീ സൗഖ്യം പ്രാപിക്കും. സ്നേഹസമ്പന്നനായ സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട് എല്ലാവർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങ് പറഞ്ഞു തന്ന ഈ വചനം ഒന്ന് മനസ്സിലാക്കാനുള്ള കൃപ കൊടുക്കണമേ. ക്ഷമയുടെ ആഴങ്ങൾ നിന്റെ ജനത്തെ പഠിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ.